ഹൃദയത്തിലെ രക്തക്കുഴലുകളുടെ ആരോഗ്യം പ്രധാനമായിട്ടും ഒരു പ്രത്യേക തന്മാത്രയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ആരും കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഇതൊരു ഗ്യാസ് പോലെയാണ്, നൈട്രിക് ഓക്സൈഡ്. ഏകദേശം ഒരു 40 വയസ്സ് കഴിഞ്ഞ വ്യക്തികളിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഈ തന്മാത്രയുടെ അളവ് കുത്തനെ കുറയാണ്. രക്തക്കുഴലുകൾ ഭയങ്കര സ്റ്റിഫായിട്ട് മാറും, കട്ടി കൂടാണ്. രക്തക്കുഴലുകൾക്ക് പിന്നെ ആ ഒരു ഇലാസ്റ്റികത നഷ്ടപ്പെടാണ്. അതുപോലെ തന്നെ രക്തക്കുഴലുകൾക്കകത്തുള്ള രക്തോട്ടത്തിന്റെ സ്പീഡ് കുത്തനെ കുറയും. മാത്രമല്ല BP കൂടും. ചുരുക്കി പറഞ്ഞാൽ ഈ 3 പ്രശ്നങ്ങൾ, രക്തക്കുഴൽ സ്റ്റിഫ് ആവുക, രക്തത്തിന്റെ സ്പീഡ് കുറയുക, അതുപോലെ തന്നെ BP കൂടുക, ഈ 3 ഡേഞ്ചർ അവസ്ഥകളും ഒരുമിച്ച് സംഭവിക്കും. ഇതിന്റെ ഒരു പരിണത ഫലമായിട്ട് എന്താ സംഭവിക്കുക? ഹാർട്ടിൽ ബ്ലോക്ക് വരാം, ഹാർട്ടിൽ രക്തോട്ടത്തിന് തടസ്സം വരാം. അതുപോലെ തന്നെ പുരുഷന്മാരിലെ ഉദ്ധാരണക്കുറവിന്റെ ഒരു പ്രധാന കാരണം നൈട്രിക് ഓക്സൈഡ് കുറയുന്നതാണ്. പലപ്പോഴും ഉദ്ധാരണക്കുറവിനായിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ഇപ്പൊ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, വയാഗ്ര എന്നൊക്കെ പറയുന്ന മരുന്നുകൾ. ഈ മരുന്ന് ചെയ്യുന്നത് ആത്യന്തികമായിട്ട് നൈട്രിക് ഓക്സൈഡ് കൂട്ടുക എന്നുള്ളതാണ്. ഇനി നൈട്രിക് ഓക്സൈഡ് കൂട്ടാനുള്ള 5 മാർഗങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തേത് നമ്മുടെ ഭക്ഷണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. നൈട്രിക് ഓക്സൈഡ് കൂടുതലായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ക്യാരറ്റ്, ഇലക്കറികള്, ബീട്രൂട്ടിന്റെ ജ്യൂസ്, ഇതെല്ലാം വളരെ നല്ലതായിരിക്കും. രണ്ടാമത്തത് നടത്തം തന്നെയാണ്. എല്ലാ ദിവസവും ഏകദേശം ഒരു 30 മിനിറ്റിൽ കൂടുതൽ നമുക്ക് നടക്കാൻ പറ്റുമെങ്കിൽ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് കുത്തനെ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ 1 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നൈട്രിക് ഓക്സൈഡ് കുറഞ്ഞു വരും. മൂന്നാമത്തേത് സൂര്യപ്രകാശം നമ്മൾ കൊള്ളണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, വായിലൂടെ ശ്വാസം വലിക്കുന്നതിന് പകരം മൂക്കിലൂടെ ശ്വാസം എടുക്കുക എന്നുള്ളതാണ്. വായിലൂടെ ശ്വാസം എടുക്കുന്ന ആളുകൾക്ക് നൈട്രിക് ഓക്സൈഡ് നശിപ്പിക്കപ്പെടുകയാണ്. നാലാമത്തെ കാര്യം, ആന്റി ഓക്സിഡന്റ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാം. ഇത് ഏതൊക്കെയാണ്? ഡാർക്ക് ചോക്ലേറ്റ്, ഉറുമാമ്പഴം, മുസമ്പി, ഓറഞ്ച്, ഇതൊക്കെ ഉപയോഗിക്കാം. അഞ്ചാമത്തത് അത്ഭുതമുള്ള ഒരു കാര്യമാണ്, കോൾഡ് ഷവറാണ്. നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുക. ഒരു 15 സെക്കൻഡ് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് 200% കൂടുന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങളും നൈട്രിക് ഓക്സൈഡിനെ നശിപ്പിക്കുന്നതാണ്. എന്തൊക്കെയാണത്? ഒന്ന്, മൗത്ത് വാഷ് ആണ്. വായ്ക്കകത്തുള്ള നല്ല ബാക്ടീരിയകൾ, നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കുന്ന നല്ല ബാക്ടീരിയകളെ മൗത്ത് വാഷ് നശിപ്പിക്കുകയാണ്. രണ്ടാമത്തത് പ്രോസസ്ഡ് ഫുഡ്സ് ആണ്. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്ക് ചെയ്ത ഫുഡുകൾ, അത് ഒഴിവാക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ മാർഗങ്ങൾ പലതും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം നിങ്ങൾ ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പതിവാക്കുക.